Good morning all. We have discussed about cantilever beam carrying unit load or concentrated load. അതിന് വരുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയായിരിക്കും, അതിന് വരുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് cantilever beam carrying UDL, that is uniformly distributed load. യൂണിഫോംലി ഒരു ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ വരും, അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരും എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആസ് യു ക്യാൻ സീ, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, കാന്റിലിവർ ബീമിന്റെ ത്രൂ ഔട്ട് ആയിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് നമ്മളൊരു ഇത് നമുക്ക് എന്താ പറയാ, അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആക്ച്വലി ഇതിനെ നമ്മളൊരു കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് അത് കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? വിൽ അസ്യൂം ദാറ്റ് ഇറ്റ് ഇസ് എ റെക്ടാംഗിൾ. ഇതിനൊരു റെക്ടാംഗിൾ ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഏരിയയാണ് അതിന്റെ ലോഡ്. ഓക്കെ, ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇതിന്റെ ലെങ്ത് വരുന്നത് ഈ നമ്മുടെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ലെങ്ത് ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് ഈ ഡബ്ല്യു എന്ന ലോഡാണ് ഇതിന്റെ വിഡ്ത്ത് വരിക. സോ വാട്ട് വിൽ ബി ദ ഏരിയ? ഡബ്ല്യു ഇൻറ്റു എൽ അല്ലെ. അപ്പോ യു ഡി എല്ലിന്റെ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യു ഡി എല്ലിനെ നമ്മളൊരു കോൺസെൻട്രേറ്റഡ് ലോഡാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ ആണ്, ദാറ്റ് ഇസ് ഡബ്ല്യു ഇൻറ്റു എൽ ആണ്. ഇനി ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആസ് യു ക്യാൻ സി, ഇതെവിടെയാണ് യു ഡി എൽ എന്ന് പറയുന്നത് ഈ കാന്റിലിവർ ബീമിൽ ത്രൂ ഔട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. സോ നമുക്കൊരു ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, കോൺസെൻട്രേറ്റഡ് ലോഡ് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഈ കാന്റിലിവർ ബീമിന് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡിൽ ഇത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെയാണ് ആക്ട് ചെയ്യേണ്ടത്? They should act at the center of gravity of this rectangle. അപ്പൊ ഈ ഒരു റെക്ടാംഗിൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ ആക്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് ലോഡ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ കോൺസെൻട്രേറ്റഡ് ലോഡ് കൊടുക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ യു ഡി എല്ലിനെ നമ്മൾ എന്താണ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അനാലിസിസിന് അത് ആവശ്യമാണ്. സോ യു ഡി എൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു റെക്ടാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്താ വേണ്ടത്? ആ റെക്ടാംഗിളിന്റെ ഏരിയ ആണ് യു ഡി എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ കിലോ ന്യൂട്ടൺ. അതായത് കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റെക്ടാംഗിളിന്റെ ഏരിയ ആണ് ഈ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ അവിടെയാണ് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യമാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ നമുക്ക് എന്താണ്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാനുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, തൽക്കാലം അതിനുള്ള സ്പേസ് വിടുക. ഓക്കെ, അതിന്റെ കാൽക്കുലേഷൻ ചെയ്താലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. കാൽക്കുലേഷൻ ചെയ്താലാണ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നോക്കാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഷിയർ ഫോഴ്സ്, ഓക്കെ, ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പം ഈ ഒരു പോയിന്റില് എന്താ പറയാ, ഈ ഒരു പോയിന്റിലാണെങ്കിൽ എത്രയായിരിക്കും ഷിയർ ഫോഴ്സ്? പോയിന്റ് ബി എന്ന് പറയുന്ന ഇവിടെ എത്രയാണ്? ഇവിടെ ലോഡ് ഉണ്ടോ? ലോഡ് തുടങ്ങുന്നതേ ഉള്ളൂ അല്ലെ. ഇവിടെ ലോഡ് തുടങ്ങുന്നതേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ലോഡായിട്ട് ഇവിടെ ഇല്ല. സോ ഷിയർ ഫോഴ്സ് വിൽ ബി 0. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഡബ്ല്യു പെർ ലെങ്ത് ആണ്. ഓക്കെ, അപ്പം എക്സ് എന്ന സെക്ഷനിൽ, അതായത് എക്സ് എന്ന ഡിസ്റ്റൻസ് വരെ നമ്മൾ ഈ യു ഡി എൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്ര ലോഡാണ് അവിടെ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എത്ര എഴുതേണ്ടത്? ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ് അല്ലെ എഴുതേണ്ടത്. ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ് എഴുതേണ്ടത്. സോ നമുക്ക് ഇവിടെ നോക്കാം എന്താ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് നോക്കി. ഈ ലെങ്ത് കൂടുന്തോറും ഈ ഫോഴ്സ് കൂടി വരിക. കാരണം എന്താണ്, ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഇസ് ദ സം ഓഫ് ഫോഴ്സസ് ടിൽ എ സെക്ഷൻ അല്ലെ. ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ദ സം ഓഫ് ഫോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടം വരെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ്. ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ് ഞാനിവിടെ ലെങ്ത് എടുക്കുന്നത്. ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ്. അപ്പൊ ഈ എക്സ് കൂടി വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ലീനിയർലി വേരിയിങ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്, നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഫോഴ്സസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ ഓരോ പോയിന്റിലും നമുക്ക് ലോഡ് ഉണ്ട് അല്ലെ. ഓരോ പോയിന്റിലും ലോഡ് ഉണ്ട്.
അപ്പൊ ഇത്ര വരെയുള്ള ലോഡ് എന്ന് പറയുന്നത് W ഇൻറ്റു എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ എക്സ് കൂടി 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 L ആവുമ്പോഴത്തേക്കും W ഇൻറ്റു L ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെ വന്നിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ W ഇൻറ്റു 0 ആണ്. ഇവിടെ W ഉണ്ടെങ്കിലും എന്തില്ല, ലെങ്ത് ഇല്ല. സോ W ഇൻറ്റു 0 ആണ്. അതുകൊണ്ട് ഇവിടെ ഷിയർ ഫോഴ്സ് അറ്റ് B എന്ന് പറയുന്നത് 0 ആണ്. ആസ് ദ ലെങ്ത് ഇൻക്രീസസ് ടിൽ A, that is total length will be L, then the shear force will be W into L. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണ്. റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആകുമ്പോഴത്തേക്കും പോസിറ്റീവ് ആണ് അല്ലെ വരുന്നത്. റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആകുമ്പോഴത്തേക്കും പോസിറ്റീവ് ആണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് എടുക്കണം അല്ലെ, അത് നമുക്ക് നോക്കാനുണ്ട് കുറച്ചും കൂടി. ഓക്കെ, എന്ന് നോക്കിയേ. അപ്പൊ UDL എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെയാണ് UDL എന്ന് പറയുന്നത്. ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എ പോയിന്റ് ലോഡ് ആക്ടിംഗ് അറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ സെക്ഷൻ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇതൊരു UDL എന്ന് പറയുമ്പോൾ അതിനെ റെക്ടാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലോഡ് ആയിരിക്കും, ലെങ്ത് എന്ന് പറയുന്നത് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ലെങ്ത് ആയിരിക്കും അല്ലെ. ലോഡ് എത്ര ഡിസ്റ്റൻസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് ആണ് അതിന്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. സോ ദ ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ വിൽ ബി W into X, where X is the distance load is distributed. ഓക്കെ, നൗ അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ റെക്ടാംഗിളിൽ, നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്ത റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ഇത് ആക്ട് ചെയ്യുക എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ അപ്പൊ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് അറ്റ് XX ഇങ്ങനെ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓക്കെ XX എന്ന ഡിസ്റ്റൻസിൽ, ഈ ഒരു XX എന്ന ഡിസ്റ്റൻസിൽ നമ്മൾ UDL കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും എന്നാ പറയുന്നത്, WX എന്ന ഈ X എന്ന ഡിസ്റ്റൻസിൽ WX എന്നാണ് നമ്മുടെ UDL വരുന്നത്. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് Xന്റെ പകുതി ആയിരിക്കും അല്ലെ. Xന്റെ പകുതി ആയിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ X/2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുക നോക്കിയ, ടോട്ടൽ ലോഡ് ഓൺ ദ റൈറ്റ് പോർഷൻ, അതായത് എവിടം വരെയാണ് നമ്മൾ ഏതൊരു സെക്ഷൻ ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ടോട്ടൽ ലോഡ് കൺസിഡർ ചെയ്യുക, ഇൻ ടു ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ റൈറ്റ് പോർഷൻ ഓഫ് X. ഓക്കെ, അപ്പൊ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്ന് നോക്കുക. ഓക്കെ, അതായത് ഇപ്പം ഇവിടെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്, ഞാൻ ഈ ഒരു പോയിന്റ് വരെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. അപ്പം ലോഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ ആക്ട് ചെയ്യുന്നത്, നമ്മൾ ഏത് പോയിന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്താണ്, ഈ ലോഡ് എത്രത്തോളം ഉണ്ടോ അതിന്റെ എൻഡിലാണ് നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോഡിന്റെ സെന്റർ ആയിട്ടാണ് X/2 വരുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ടോട്ടൽ ലോഡ് ഓൺ ദ റൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് W into X ആണ് ടോട്ടൽ ലോഡ് വരുന്നത്. ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് റെക്ടാംഗിളിന് ആക്ട് ചെയ്യുന്നത്, സെന്ററിലായിരിക്കും അല്ലെ, ആ ലെങ്ത്തിന്റെ സെന്ററിലായിരിക്കും. സോ X/2 എന്ന ഡിസ്റ്റൻസിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WX²/2 ആണ്. എല്ലാ കേസിലും അല്ല, വെൻ ദ ലോഡ് ഇസ് ആക്ടിങ് ത്രൂ ഔട്ട് ദ ലെങ്ത് ആവുമ്പോഴാണ് X/2 വരുന്നത്. അല്ലെങ്കിൽ ഏത് ഡിസ്റ്റൻസിലേക്കാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏത് പോയിന്റിലേക്കാണോ നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ഗ്രാവിറ്റി ടു ദ പോയിന്റ് വേ വി ആർ കൺസിഡറിങ്. ഓക്കെ, അപ്പോൾ WX²/2 ആണ് മൊമെന്റ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ എന്താ, നെഗറ്റീവ് സൈൻ ആണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്? അത് ക്ലോക്ക് വൈസ് അല്ലെ, റൈറ്റ് പോർഷനിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത് അല്ലെ. ക്ലോക്ക് വൈസ് ആയിട്ടല്ല, ലോഡ് ഡൗൺവേർഡ് ആണ്. അപ്പം റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇനി നമുക്കത് ഓരോ പോർഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ B എന്ന പോയിന്റിൽ, B എന്ന് പറയുമ്പോൾ B എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്റ്റൻസ് വിൽ ബി 0. സോ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. നൗ അറ്റ് A എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്, L ആണ്. അങ്ങനെയാണെങ്കിൽ Xന്റെ സ്ഥാനത്ത് നമ്മൾ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ -WL²/2 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോ
ഇതിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് അല്ലെ. നേരിട്ട് ഡിസ്റ്റൻസുമായിട്ടാണോ പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആയിട്ടാണ് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കുമ്പോഴത്തേക്കും എന്തായിരിക്കണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കുമ്പോഴത്തേക്കും ലീനിയർലി വേരിയിങ് അല്ല, ഇത് പാരാബോളിക് ആണ്. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം എഴുതുകയും വേണം, പാരാബോളിക് എന്ന് എഴുതുകയും വേണം. കാരണം എന്താ, ചിലരുടെ ഒന്നും വരച്ചു കഴിഞ്ഞാൽ ഒരു പാരാബോള പോലെ ഒന്നും തോന്നിയെന്ന് വരില്ല. ഓക്കെ, ലീനിയർലി വേരിയിങ് ആയിട്ട് തന്നെ തോന്നിയേക്കാം. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? UDLന്റെ കേസിൽ എപ്പോഴും ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ലീനിയർലി വേരിയിങ് ആണ്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് പാരാബോളിക് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമത്തിന്റെ അവിടെ നമ്മൾ പാരാബോളിക് ആണ് എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? UDL ആണ് കൺസിഡർ ചെയ്തത്. UDL കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഓരോ പോയിന്റിലും നമുക്ക് എന്തുണ്ട്? ലോഡ് ഉണ്ട്. അപ്പൊ ആ ലോഡ് നമ്മൾ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത്? ലോഡ് തന്നിരിക്കുന്നത് kN/m/ആയിരിക്കും. അപ്പൊ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ചെയ്യേണ്ടത്. അത് നമ്മൾ റെക്ടാംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് നമുക്ക് ദ ലോഡ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എ ഡിസ്റ്റൻസ് ഓഫ് L. അങ്ങനെയാണെങ്കിൽ L ആണ് ലെങ്ത് എടുക്കേണ്ടത് റെക്ടാംഗിളിന്റെ. ആൻഡ് ലോഡ് ഇസ് കൺസിഡേർഡ് ആസ് ദ വിഡ്ത്ത്. kN/m ലോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിഡ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റെക്ടാംഗിളിന്റെ ഏരിയ ആണ് നമ്മുടെ UDL എന്ന് പറയുന്നത്. സോ WL അല്ലെങ്കിൽ WX അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? UDLന്റെ ലോഡ് എടുക്കുന്നത്. നൗ അത് ആക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് റെക്ടാംഗിൾ ആണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ലോഡ് കൺസിഡർ ചെയ്തിട്ടാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? ഓരോ പോയിന്റ് എടുത്ത് ആ പോയിന്റ് വരെയുള്ള ലോഡ് ഇൻറ്റു ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഓരോ പോയിന്റിലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കൺസിഡറിങ് ഷിയർ ഫോഴ്സ് at point B, then we are considering shear force at point A. എന്നിട്ട് പിന്നെ ജോയിൻ ചെയ്യാണ് ചെയ്യുക. പിന്നെ എന്താ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എടുക്കുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കൺസിഡറിങ് ബെൻഡിങ് മൊമെന്റ് അറ്റ് B, that will be 0. Then we are considering a bending moment at A. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആദ്യം എന്താ ചെയ്യേണ്ടത്? ലോഡ്, ഇത്ര വരെയുള്ള ലോഡ് കൺസിഡർ ചെയ്തു. പിന്നെന്താ? ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലോഡ് ടു ദ പോയിന്റ് A, അത് എത്രയാണെന്ന് നോക്കി. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കിട്ടിയത്. അതെങ്ങനെയാ ചെയ്യേണ്ടത്? That should be a parabolic curve. അത് വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, that should be a parabolic curve. പിന്നെ സൈൻ കൺവെൻഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതും കൂടി കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. A cantilever beam of length 2 meter carries a UDL of 1 kN/m. Run over a length of 1.5 meters from the free end. Draw shear force diagram and bending moment diagram. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? കാന്റിലിവർ ബീമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? ഒരു UDL അതിന്റെ മുകളിലുണ്ട്. ദാറ്റ് ഈസ് റണ്ണിങ് 1 kN/m ഓവർ ലെങ്ത് ഓഫ് 1.5 meters. അപ്പൊ ഈ കാന്റിലിവർ ബീമിന്റെ മൊത്തത്തിൽ UDL ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, 1.5 meters വരെ മാത്രമേ UDL ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോ ഫ്രം ദ ഫ്രീ എൻഡ്. അപ്പൊ എങ്ങനെയായിരിക്കും ഡയഗ്രാം വന്നിട്ട്? ഇങ്ങനെയായിരിക്കും അല്ലെ, ഇങ്ങനെയായിരിക്കും ഡയഗ്രാം. 1.5 ലെങ്ത്തിൽ UDL ആക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രീ ആണ്. ഓക്കെ, ഫ്രീ എൻഡിൽ നിന്ന് 1.5 ലെങ്ത് വരെയാണ് UDL ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എന്തെടുക്കണം? ഈ UDL ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഓരോ പോയിന്റ് ആയിട്ട് എടുക്കണം. അതായത് ഇവിടെ നമുക്ക് B ആണ്, ഇവിടെ A ആണെങ്കിൽ ഇത് എൻഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ C ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം അങ്ങനെയാണ് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഇത് UDL സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, എൻഡ് ചെയ്യുന്ന പോയിന്റിനെയും ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി എന്താണ് ഷിയർ ഫോഴ്സ് അറ്റ് B എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് B എന്ന് പറയുമ്പോൾ W ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ, ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് UDLന്റെ കേസിൽ. അപ്പൊ അറ്റ് B എത്രയാണ്? ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. നമ്മളിപ്പം XX എന്നത് ഈ ഒരു പോയിന്റിലാണ് XX കൺസിഡർ ചെയ്യുന്നത്. ലോഡ് എന്ന് പറയുന്നത് 1 kN/m ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഷിയർ ഫോഴ്സ് അറ്റ് B എന്ന് പറയുന്നത് 0 ആയിരിക്കും. നൗ കൺസിഡറിങ് C, പോയിന്റ് C എന്ന് പറയുമ്പോൾ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? ലോഡ് എന്ന് പറയുന്നത് 1 kN/m ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിലാണ് ആ ലോഡ്?
ഞാൻ ഫ്രം ദ റൈറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എത്ര ഡിസ്റ്റൻസിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്? 1.5 മീറ്റേഴ്സിലാണ്. സോ 1 കിലോ ന്യൂട്ടൺ ഇൻറ്റു 1.5 മീറ്റേഴ്സ് ആണ് അല്ലെ. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറയുന്നത് 1 കിലോ ന്യൂട്ടൺ ഇൻറ്റു 1.5 മീറ്റേഴ്സ് ആണ് ഈ ഒരു പോയിന്റ് വരെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ. 1.5 കിലോ ന്യൂട്ടൺ ആണ് സിയിൽ കിട്ടുന്നത്. ബിയിൽ 0 ആയിരുന്നു, ഇവിടെ 1.5 കിലോ ന്യൂട്ടൺ ആണ്. ഈ ഒരു പോയിന്റിൽ എന്തായിരിക്കും? ലെസ് ദാൻ ദാറ്റ് ആയിരിക്കും. ഇതിലും ഇവിടെ അതിനേക്കാൾ കുറവായിരിക്കും. അതായത് ലീനിയർലി വേരിയിങ് ആണ് അല്ലെ. ഓരോ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം വേരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർലി വേരിയിങ് ആണ്. ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. പോസിറ്റീവ് ആയിരിക്കും. ഇനി എ എന്ന പോയിന്റിൽ എന്തായിരിക്കും ഷിയർ ഫോഴ്സ്? എ എന്ന പോയിന്റിൽ അറ്റ് സി എന്ന് പറയുന്ന 1.5 കിലോ ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ ഇത് നമ്മൾ XX എന്ന ഇതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഇതിനേക്കാൾ കൂടുതലാണോ ഷിയർ ഫോഴ്സ്? അല്ല. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സീനേക്കാൾ കൂടുതലാണോ ഷിയർ ഫോഴ്സ്? അല്ല. അങ്ങനെ എ വരെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സീനേക്കാൾ കൂടുതലല്ല. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ഷിയർ ഫോഴ്സിന് യാതൊരു ചേഞ്ചും ഇല്ല. അതുകൊണ്ട് ഫ്രം ബി ടു സി ഇറ്റ് വിൽ ബി ലീനിയർലി വേരിയിങ്. ബി ടു സി എന്ന് പറയുന്ന ലീനിയർലി വേരിയിങ് ആണ്. കാരണം അവിടെ UDL ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ഫോഴ്സും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ 1.5 കിലോ ന്യൂട്ടൺ മീറ്റർ തന്നെയായിരിക്കും ടിൽ എ എന്ന് പറയുന്നത്. കാരണം എന്താണ്? 1.5 കിലോ ന്യൂട്ടണിൽ കൂടുതലല്ല. പിന്നെ ഈ ഓരോ പോയിന്റിലും എന്താണ് നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ സം ഓഫ് ഫോഴ്സസ് ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ അല്ലെ. അപ്പൊ നമ്മൾ റൈറ്റ് പോർഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള സം എന്ന് പറയുന്നത് ഇത്രയും ലോഡാണ്. ഇതുവരെയുള്ള സം എന്ന് പറയുന്നതും ഇത്രയും ലോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റിലും ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് ടിൽ എ എന്തായിരിക്കും? അത് സ്ട്രെയിറ്റ് ആയിരിക്കും അല്ലെ. 1.5 കിലോ ന്യൂട്ടൺ തന്നെയായിരിക്കും. അപ്പൊ ഈ കാര്യം ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ നോക്കിക്കോളൂ. കൺസിഡർ സെക്ഷൻ എക്സ് അറ്റ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഫ്രീ എൻഡ്. എവിടെയാണ് നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണോ കൺസിഡർ ചെയ്യേണ്ടത് അവിടം വരെയാണ് ഈ എക്സ് എടുക്കേണ്ടത് അല്ലെ. അപ്പോ ഷിയർ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ എങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എടുക്കുന്നത്? മൈനസ്. എന്തുകൊണ്ടാണ് മൈനസ് എടുക്കുന്നത്? സോറി, ഷിയർ ഫോഴ്സ് മൈനസ് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ലോഡ് വന്നിരിക്കുന്നത്? W×X ആണ്. W×X എന്ന് പറയുമ്പോൾ 1×X ആണ്. ഇനി ഓരോരോ ഡിസ്റ്റൻസിൽ നോക്കാം. അറ്റ് ബി ആണെങ്കിൽ X എന്ന് പറയുന്നത് 0 ആണ്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് വിൽ ബി 0. നൗ അറ്റ് സി 1×1.5 ദാറ്റ് ഇസ് 1.5 കിലോ ന്യൂട്ടൺ. നൗ അറ്റ് എ എന്ന് പറയുന്നത് 1×1.5 തന്നെയാണ്. കാരണം എന്താണ്? ലോഡ് ആക്ട് ചെയ്യുന്നത് 1.5 ഡിസ്റ്റൻസിലാണ്. എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 2 മീറ്റേഴ്സ് ഉണ്ടെങ്കിലും ലോഡ് ആക്ട് ചെയ്യുന്നത് വെറും 1.5 മീറ്റേഴ്സിലാണ്. ദാറ്റ് ഇസ് വൈ 1×1.5 ചെയ്യും. 1.5 കിലോ ന്യൂട്ടൺ ആണ് അറ്റ് എ എന്നുള്ള ഷിയർ ഫോഴ്സ്. നെക്സ്റ്റ് ഇസ് ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ആസ് പെർ ഫോർമുല നമുക്ക് എന്താണ്? ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് അല്ലെ. അങ്ങനെയാണ് നമ്മുടെ എന്ത് വരേണ്ടത്? ബെൻഡിങ് മൊമെന്റ് വരേണ്ടത്. ലോഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ. ലോഡ് ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ലോഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് W×X ആണ് ലോഡ്. പിന്നെന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ബി കൺസിഡേർഡ് ടു ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ. ഇപ്പോ നമ്മള് ആദ്യം സെക്ഷൻ എടുക്കേണ്ടത് CB ആണ്. ഓക്കെ, ലോഡ് ആക്ട് ചെയ്യുന്നത് നമുക്ക് 2 സെക്ഷൻ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. AC ആൻഡ് CB 2 സെക്ഷൻ ആയിട്ടാണ്. ആദ്യം നമ്മൾ CB ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്രീ എൻഡിലുള്ള CB ആണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ CBയിലാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത്? CB എന്ന് പറയുന്നത് അവിടെയുള്ള ലോഡ് എങ്ങനെയാണ്? W×X ആണ്. W×X ആണ് CBയിലുള്ള ലോഡ്. അപ്പോ അതായത് CB ഇങ്ങനെ ലോഡ് എടുക്കുകയാണ് അല്ലെ. CBയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലോഡ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഡിസ്റ്റൻസ് X എടുക്കുകയാണെങ്കിൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? X ആണ് അല്ലെ. ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് X ആണ്. അപ്പൊ ഇവിടം വരെയുള്ള ലോഡ് എങ്ങനെയാണ്? W×X ആണ്. ഇവിടെ W ഉണ്ട്.
W ഇൻറ്റു എക്സ് ആണ് ഇവിടം വരെയുള്ള ലോഡ്. ഇനി ഈ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണ് ഇത് ആക്ട് ചെയ്യുന്നത് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈ എക്സിന്റെ സെന്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ x/2 എന്ന് ചെയ്യാം അല്ലെ, x/2 എന്ന് ചെയ്യാം. സോ ഈ പോയിന്റ് വരെയുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ഇത്രയാണ് അല്ലെ, ഫോഴ്സ് ഇൻറ്റു x/2. ഫോഴ്സ് എന്താണ്? W ഇൻറ്റു എക്സ് ആണ്, ഇൻറ്റു x/2 അതാണ് നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് അറ്റ് ബി ആണെങ്കിലോ x=0 ആണ് അല്ലെ, x=0 ആണ്. സോ -1 എന്തുകൊണ്ടാണ് എടുക്കുന്നത് നമ്മൾ? റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ -1 ഇൻറ്റു 0/2 ആണ്. 0 ആയതുകൊണ്ട് തന്നെ 0. ഓക്കെ, അവിടെയുള്ള മൊമെന്റ് എന്ന് പറയുന്നത്, ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. നൗ അറ്റ് സി ആവുമ്പോഴെന്താണ്? x=1.5 ആണ്. നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ വേണ്ടത്? -1 ഇൻറ്റു 1.5 സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1.125 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അത് കഴിഞ്ഞല്ലേ? അപ്പൊ ആ കാര്യം മനസ്സിലായി. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ആൻഡ് സി ബിറ്റ്വീൻ എ ആൻഡ് സി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? ഇതുവരെ UDL ആണ്. UDL ഞാൻ റെക്ടാംഗിൾ ആയിട്ട് തന്നെ വരച്ചു. ബാക്കി എന്താണ്? ലോഡൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ കാന്റിലിവർ ബീം കിടക്കുന്നത്. അപ്പോ ടോട്ടൽ ലോഡ് ഡ്യൂ ടു UDL എന്ന് പറയുന്നത് എന്താണ്? UDL കാരണമുള്ള ലോഡ് എന്താണ്? W ഇൻറ്റു 1.5. ഇത്രയും ഡിസ്റ്റൻസ് ആണ്, 1.5 ആണ്. സോ ദാറ്റ് ഇസ് W എന്ന് പറയുന്ന 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയതുകൊണ്ട് തന്നെ ലോഡ് വിൽ ബി 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലോഡ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്? ഇതിന്റെ 1.5ന്റെ സെന്റർ ആയിട്ട് വരും. 0.75ലാണ്. ഫ്രം ഫ്രീ എൻഡിൽ 0.75 ആണ്, ഫ്രം സിയും 0.75 ആണ്. അവിടെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് അല്ലെ. അത്ര നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എവിടെയാണ്? അപ്പൊ ഷിയർ ഫോഴ്സ് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ C to A പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് അല്ലെ, ലീനിയർലി വേരിയിങ് അല്ല, കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. A to C കോൺസ്റ്റന്റ് ആണ്, കാരണം അവിടെ ഒരു എക്സ്ട്രാ ഫോഴ്സ് വരുന്നില്ല. ആഡപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഫോഴ്സ് വരുന്നില്ല. ദാറ്റ് ഇസ് വൈ ഫ്രം C to A വി ഹാവ് കോൺസ്റ്റന്റ് ഷിയർ ഫോഴ്സ്. നൗ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ടിൽ സി, B to C നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. പാരാബോളിക് ആയിട്ടുള്ള കർവ് ആണ്. B to C എത്രയാണ്? ബിയിൽ ഉണ്ടാവുന്ന 0 ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സിയിൽ എന്താ വരിക? WX ഇൻറ്റു x/2 ആണ്. അപ്പൊ x എന്ന് പറയുന്നത് 1.5 ആണെന്ന് മനസ്സിലായി അല്ലെ. ഇനി ബെൻഡിങ് മൊമെന്റ് A എന്ന് വരുമ്പോ എന്തായിരിക്കും? ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പൊ ലോഡ് എത്രയാണ് ഇവിടെ? ലോഡ് ഇവിടെയൊന്നും ലോഡില്ല, ഈ ലോഡ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ അല്ലെ. ലോഡ് എന്ന് പറയുന്നത് 1 ആണ് കിലോ ന്യൂട്ടൺ. അപ്പൊ ഈ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ റെക്ടാംഗിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിന്റെ ലോഡാണ്. ദാറ്റ് ഇസ് 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. പിന്നെ ഇതിന്റെ ലെങ്ത് എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 1.5 ലെങ്ത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ 1 ഇൻറ്റു 1.5 ആണ് ഇതിന്റെ ലോഡ് എന്ന് പറയുന്നത്. സോ 1.5 കിലോ ന്യൂട്ടൺ. നൗ ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യണം അല്ലെ. ഡിസ്റ്റൻസ് എങ്ങനെയാ ചെയ്യേണ്ടത്? ഒന്നുകിൽ ഈ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. എ എന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് ഇതെന്താ? 0.75 ആണ് അല്ലെ. ഇവിടുന്ന് ഇവിടം വരെ. സിയിൽ നിന്ന് സെന്റർ ഓഫ് C ആൻഡ് B എന്ന് പറയുന്നത് 0.75 ആണ്. പിന്നെ ഇവിടെ ഇല്ലേ A to C എന്ന് പറയുന്നത് 0.5 ആണ്. സോ വി ക്യാൻ ടേക്ക് ദ ഡിസ്റ്റൻസ് ആസ് 0.5 പ്ലസ് 0.75, അല്ലെങ്കിൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് 2 മൈനസ് 0.75. എന്താണ് ഈ 2 മൈനസ് 0.75? 2 ആണ് ടോട്ടൽ ലെങ്ത് പറഞ്ഞിരിക്കുന്നത്, മൈനസ് 0.75. ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റിന്റെ ഇവിടെ ഉള്ളത് 0.75 ആണ്. അതുകൊണ്ട് 2 മൈനസ് 0.75 എന്ന് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ 0.75 പ്ലസ് 0.5 എന്ന് കൺസിഡർ ചെയ്യുക. കാരണം എന്താണ്? രണ്ടും സെയിം ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ എടുക്കാൻ ഇഷ്ടം എന്ന് വിചാരിച്ചാൽ അത് എടുത്താൽ മതി. നമുക്ക് എന്താ നമുക്ക് വേണ്ടത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഫ്രം A, ഏത് ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത് എന്ന് മാത്രം, ആ ഡിസ്റ്റൻസ് മാത്രമാണ് വേണ്ടത്. അത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തു. സോ ദ വാല്യൂ വിൽ ബി